ഹായ് ഗൈസ്, ഇൻസ്റ്റഗ്രാം സ്റ്റോഴ്സിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനയിലുള്ളപ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പിടിയിട്ടിട്ടുണ്ടാവും. എങ്കിലും ഞാൻ പറയാം, ഞാനൊരു ഡ്രസ്സിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അതായത് ഇതാണ് അതിൻ്റെ കവർ. ഷീ ഡിസൈൻസ് എന്ന് പറയുന്ന ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായത്. കൊച്ചിയിലാണ് വരുന്നത് വരുന്നത് കേട്ടോ. അപ്പം ഞാനിത് ഒരുപാട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്താണ് ഇവരുടെ പേജ് കണ്ടത്. നല്ല അടിപൊളി സംഭവങ്ങളാണ് ഇവരുടെ പേജിലെല്ലാം ഉള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയതിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയത് എങ്ങനെയാണ്, നല്ലതാണോ മോശമാണോ എന്നൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ. മൊത്തത്തിൽ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. പേര് ഞാൻ ഒന്നുകൂടെ പറയാം. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും, കാരണം അത്യാവശ്യം നല്ല ഫോളോവേഴ്സും കാര്യങ്ങളും ഉള്ള ഒരു ഇത് തന്നെയാണ്, ഒരു സ്റ്റോർ തന്നെയാണത്. ആ പേര് ഒന്നുകൂടെ പറയാം, ദ ഷീ ഡിസൈൻസ് കേട്ടോ. അപ്പോൾ ഞാനിത് പുറത്തെടുത്തിട്ട് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്ത് വെയർ ചെയ്തതാണ്. അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ല പാക്കിങ്ങും അവർ കൊണ്ടുവരുമ്പോൾ നല്ല അടിപൊളിയിലായിരുന്നു പാക്കിങ്ങും ഒക്കെ. ഞാനിത് ഓൾറെഡി പൊട്ടിച്ചത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് കാണിക്കാം. ഇതാണ് ഒരു റെഡിഷ് ബ്രൗൺ ആണ് കളർ വരുന്നത്. ഇതാണ് കേട്ടോ അതിൻ്റെ കളർ വരുന്നത്. ഈ ക്യാമറയിൽ കറക്റ്റ് അതിൻ്റെ കളർ കാണുന്നില്ല കേട്ടോ. ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുമ്പോൾ ബാക്ക് ക്യാമറയിൽ എടുക്കുന്ന അതേ ക്വാളിറ്റി കിട്ടത്തില്ല. അപ്പോൾ കളറും ഒക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കളർ ഇതിൽ കാണുന്നില്ല എന്നാണ് ഞാൻ വ്യക്തമാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഡ്രസ്സിൻ്റെ ഒരു ഫുൾ ലുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഈ ഡ്രസ്സിനെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ ഫോട്ടോ, അതായത് വാട്സപ്പിൽ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച മെയിനായിട്ടുള്ള ഇതെന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ഡ്രസ്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത് കേട്ടോ. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിടാം, ഞാൻ വീഡിയോ ചെയ്യാം അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ടായി. അപ്പോൾ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു റീസൺ ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ഡ്രസ്സിനെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് പേജ് കണ്ടത്. അപ്പോൾ ഉടൻ തന്നെ പേജിൽ കയറി നോക്കിയപ്പോഴേ തന്നെ എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഒരു കളറിൽ തന്നെയായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ആ റെഡ് കളറിൽ തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്. ഇപ്പോൾ ട്രെൻഡായിട്ട് പോകുന്നൊരു കളറാണെന്ന് തോന്നുന്നു റെഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡ് കളർ. എല്ലാ ടൈപ്പ് റെഡ് അല്ല, ഈ ഒരു റെഡ് കളർ എനിക്ക് ഭയങ്കര, ഈ റെഡിഷ് ബ്രൗൺ കളർ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇത് തന്നെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്ന കളറും. അപ്പോൾ സെയിം ഇതിൽ ഈ ഒരു കളറിൽ വ്യത്യസ്ത ഡിസൈൻസിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതല്ലാണ്ട് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ആ പേജിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. നല്ല സൂപ്പറാണ്. ഇപ്പോൾ കസ്റ്റമറുടെ റിവ്യൂ അവർ അപ്ലോഡ് ചെയ്യല്ലോ, അത് നോക്കിയപ്പോഴായാലും നല്ല സൂപ്പറാണ്. അവർ ഇട്ടിട്ട് വെയർ ചെയ്തതിന് ശേഷമുള്ളതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. കസ്റ്റമറുടെ റിവ്യൂ നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇത് ജെന്യൂൻ ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എല്ലാ റിവ്യൂസും ഞാൻ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ജെന്യൂൻ ആണെന്ന് തോന്നി. അപ്പോൾ ഓർഡർ ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ്. അവരെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ അവർ നേരെ വാട്സപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയും കേട്ടോ. അവർ നമ്പർ നമുക്ക് തരും. അപ്പോൾ ഞാൻ അങ്ങനെയാണ്, വാട്സപ്പ് ത്രൂ ആണ് ഇത് ഓർഡർ കൺഫേം ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് പറയാം. ഈ ചുരിദാറിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം 1850 രൂപയാണ് ഈ ഒരു ടോപ്പിന് മാത്രമുള്ള ഒരു റേറ്റ് കേട്ടോ. ഇതിൻ്റെ ഷോളും പാൻറ്റും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ ഷോപ്പിൽ നിന്ന് സെപ്പറേറ്റ് മേടിച്ചാണ്. അപ്പം ഈ ഒരു സംഭവം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 1850 രൂപക്കാണ് ഈ ടോപ്പ് നമുക്ക് കിട്ടുക. അതിപ്പോൾ നമുക്ക് സ്ലീവ് നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട്, കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതെനിക്ക് 3/4 ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ അതെനിക്ക് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്ത് ചെറുതാക്കിയതാണ് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും കയ്യിൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. അവരുടെ ഇത് വേണമെങ്കിലും അതൊക്കെ അവർ ചെയ്തു തരും. അപ്പോൾ പിന്നെ ഇനി എന്താ പറയണ്ടേ, ഇനി ഇത് നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് എത്ര ദിവസം കൊണ്ട് കിട്ടുന്നത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും അല്ലേ. ഞാനിത് ഓർഡർ ചെയ്തത് 8-ാം തീയതിയാണ് കേട്ടോ.
അപ്പോൾ എനിക്കിത് കയ്യിൽ വരുന്നത് 17-ാം തീയതി മോർണിംഗിൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഒട്ടുമിക്ക ഇതിലും ഓർഡർ ചെയ്താൽ ഭയങ്കര ലേറ്റ് ആവുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇനിയിപ്പം വന്ന സാധനം നല്ല അടിപൊളിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ റിവ്യൂസ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തിട്ട് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇത് എനിക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നോർമലി നമുക്ക് ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ ചെയ്ത ദിവസം തൊട്ടിട്ട് നമുക്ക് അവരുടെ പേജിൽ അവർ ഡീറ്റെയിൽസ് നമുക്ക് തരുമല്ലോ ഡ്രസ്സിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് അതിൽ കാണിച്ചിട്ടുണ്ടായത്. അതായത് ഓർഡർ ചെയ്ത ദിവസം തൊട്ട് നമുക്ക് 25 ദിവസം കൊണ്ട് മാത്രമേ ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ളത് കേട്ടോ. നോർമൽ ഡെലിവറിയാണ് കേട്ടോ. നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 25 ദിവസം ആ സമയത്തിനുള്ളിൽ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് 8-ാം തീയതി ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 18-ാം തീയതി ഫംഗ്ഷനുള്ള എന്തായാലും നമുക്ക് ആ ഒരു ഇതിൽ കിട്ടത്തില്ലല്ലോ. അപ്പോൾ എമർജൻസി ഡെലിവറി എന്നതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ആ സമയത്ത് അത് കിട്ടിയല്ലോ. എമർജൻസി ഡെലിവറി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുത്ത് ഞാൻ അതെ എമർജൻസി ഡെലിവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഞാൻ 8-ാം തീയതി ഓർഡർ ചെയ്യുന്നത് എനിക്ക് 17-ാം തീയതി കിട്ടിയിട്ടുണ്ട്. അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 18-ാം തീയതി അവർ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 18-ാം തീയതി മോർണിംഗിൽ കിട്ടുന്ന പറഞ്ഞു. അപ്പം മോർണിംഗിൽ കിട്ടിയിട്ട് എനിക്ക് ഞാൻ ഓടിപ്പാഞ്ഞ് എടുത്തുകൊണ്ട് വരേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞ ചേച്ചി ഒന്ന് സ്പീഡ് ചെയ്ത് എനിക്ക് ഇന്ന് തന്നെ 17-ാം തീയതി തന്നെ കിട്ടുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ 2-3 സപ്പറം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ തുടർന്ന് അവർ എന്താ പറയുക, നമ്മൾ കസ്റ്റമറിന് അത്രയും വാല്യൂ അവർ കൽപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ചില ഇതിലൊക്കെ ഒരുപാട് പേര് പറയലുണ്ട്, അവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരത്തില്ല, അഥവാ വിളിച്ച് കഴിഞ്ഞാൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ കുറേ പേരിങ്ങനെ ഷെയർ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോൾ വിളിച്ചാലും ആ ചേച്ചി കോൾ എടുക്കും. അതുമാത്രമല്ല എപ്പോൾ മെസ്സേജ് അയച്ചാലും അത് ഇപ്പം തന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ എന്നിട്ടുള്ള നല്ല അടിപൊളി പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ മാത്രമേ നമുക്ക് തരും. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ആ ചേച്ചി എന്ന് പറയുന്നത് നമ്മളെ കസ്റ്റമറെ ഡീൽ ചെയ്യുന്ന കാര്യത്തിലൊക്കെ നല്ല അടിപൊളി സൂപ്പറാണെന്നൊന്നും പറയാനില്ല. അപ്പം ചേച്ചി പറഞ്ഞത് എന്നാൽ പിന്നെ ഞാൻ പെട്ടെന്ന് ഇന്ന് തന്നെ അത് അയക്കാം. കാരണം അന്ന് ഞാൻ വിളിക്കുന്ന സമയത്ത് ഇതിൻ്റെ വർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇന്ന് ഈവനിങ് തൊട്ട് തന്നെ ഞാൻ ഇയാളുടെ ഫാസ്റ്റ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എനിക്ക് എന്താ പറയുക ഇത് കറക്റ്റ് സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടിയത്. എമർജൻസി ഡെലിവറി ആണെങ്കിൽ കൂടി എനിക്ക് കിട്ടേണ്ട ഡേറ്റിന് ഒരു ദിവസം മുന്നേ ആയിട്ടാണ് ഇത് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇനി എമർജൻസി ഡെലിവറി ആകുമ്പോൾ എത്ര ചാർജ് വരും എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് ഞാനിവിടെ പറയാം. ഇപ്പം നമ്മൾ 1850 രൂപയാണ് ഈ ഒരു ഡ്രസ്സിന് മാത്രം റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഷിപ്പിംഗ് ചാർജ് വരുന്നത് 100 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ എമർജൻസി ഡെലിവറി കൂടി ആകുമ്പം 250 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കണം. അപ്പം അങ്ങനെ ടോട്ടൽ നമ്മൾ 2200 രൂപയാണ് സെൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് എമർജൻസി ഡെലിവറി ആയതുകൊണ്ട് മാത്രമാണ് 250 എക്സ്ട്രാ വന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക 1850 പിന്നെ എക്സ്ട്രാ നമ്മളത് 100 കൂടെ മാത്രമേ വരും, ഷിപ്പിംഗ് ചാർജും കൂടെ കൂട്ടിയിട്ട്. ഡ്രസ്സിൻ്റെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറേൻ്റെ അതേ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് കളറ് ഇതിലും കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ടുള്ള കളറാണ്. അപ്പോൾ ഇതൊന്നും കറക്റ്റ് അങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് വീനക്കാന്ന് വരുന്നത് കേട്ടോ. വീനക്ക വന്നിട്ട് ഇതുപോലെ ചെറിയ നമ്മളെ ബീഡ് വർക്കാണ് ഫുള്ള് ചെയ്തേക്കുന്നത്. നല്ല ഷൈനിങ് ഉള്ള ബീഡാണ് കേട്ടോ ഫുള്ള്. ഇതിന് എന്താ പറയുക നല്ല നല്ല അടിപൊളി വർക്ക്. പിന്നെ സീക്വൻസ് വർക്ക് ഉണ്ട് ഇതിൽ ചെയ്തിട്ട്. പിന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ കറക്റ്റ്. പിന്നെ ചെറിയൊരു കല്ലയും കൂടെ ഇതിൻ്റെ മിഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഹെവി നല്ല സൂപ്പറായിട്ടുള്ളൊരു വർക്കാണ്, നല്ല ഷൈനിങ് ഉള്ളൊരു വർക്കാണ് വരുന്നത്. പിന്നെ ഇവിടെ ഇതിനെന്താ ആലിയ കട്ട് എന്ന് പറയുമോ എന്നെനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നുണ്ടാവും ഇങ്ങനെ സ്ട്രിങ് ചെയ്ത് നിൽക്കുന്ന പോലെ നല്ല അടിപൊളിയായിരിക്കും. ഇതിങ്ങനെ അയൺ ചെയ്ത് വെച്ച പോലെ നല്ല ഇത് വന്നിട്ടുണ്ട്, നല്ല ഞൊറിവ് വെച്ച പോലെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. എനിക്കിഷ്ടമായത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് ഞാൻ പറഞ്ഞു ഓൾറെഡി ഇത് വന്നപ്പോൾ 3/4 ഞാൻ 3/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ 3/4 വെച്ചപ്പോൾ എനിക്ക് അങ്ങനെ എനിക്കിട്ടിട്ട് അത്ര ഒരു ഭംഗി എനിക്ക് തോന്നിയില്ല. പൊതുവേ ഞാൻ ചെറിയ കൈ ഇടുന്ന ആളല്ല, ഹാഫ് സ്ലീവ് ഇടുന്ന ആളല്ല. പക്ഷേ ഇതിലെന്തോ എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനിത് ചെറുതാക്കി കേട്ടോ. കൈ അത് ഞാൻ പറഞ്ഞു തന്നത് കയ്യിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഫുൾ കൈ ആണെങ്കിൽ എല്ലാം അവർ ചെയ്ത് തരുന്നതാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു സിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ സിപ്പൊക്കെ ചെയ്തതിൽ ഞാൻ ഇതിന് മുന്നേ ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു മറ്റ് സൈറ്റിൽ നിന്ന്.
അപ്പം അതിൽ നിന്നൊക്കെയുള്ളൊരു വ്യത്യാസം ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്റ്റിച്ച് ചെയ്ത് അത്രയും പെർഫെക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. എവിടെയും ഒരു കുറ്റം പറയാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ടക്ക് എന്നാണെന്ന് തോന്നുന്നു പറയാം. ഈ 2 വര എനിക്ക് ഇഷ്ടമാണ് ഇതിങ്ങനെ അടിച്ച് വെച്ചേക്കുന്നത്. പെട്ട കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം അങ്ങനെ ഈ സിപ്പൊന്നും ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. കാരണം നല്ല നീറ്റായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ചിലവർ സിബ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ ഫോൾട്ട് ചിലതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിനെനിക്കൊന്നും പറയാനില്ല. നല്ല ഫിനിഷിങ്ങോട് കൂടി അവരത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. വേറെ നമ്മൾ ഇത് നമുക്ക് നമ്മുടെ സൈസിന് ഇത് നമുക്ക് മെഷർ ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് നമ്മുടെ സൈസ് ചോദിക്കുന്നത് മെയിനായിട്ട് ബസ്റ്റ് സൈസ് ചോദിക്കുന്നുണ്ട്. പിന്നെ ലെങ്ത്ത്, അതുപോലെ സ്ലീവിൻ്റെ ഇതൊക്കെ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ അളവിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ച് അവരത് ചെയ്തു തരും കേട്ടോ. അതിനൊന്നും ഒരു ഇതും കാണിക്കുന്നില്ല. അവർ നല്ല അടിപൊളിയായിട്ട് അവരത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റാണ്. ജോർജറ്റ് നമുക്കറിയാം നല്ല അടിപൊളി മെറ്റീരിയലാണ്. എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ജോർജറ്റ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവർക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്. പക്ഷേങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണമെന്ന് അവിടെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾക്കിപ്പോൾ റിട്ടേൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഓപ്പണിംഗ് വീഡിയോ, നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ച് നമ്മൾ കയ്യിൽ കിട്ടി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും വീഡിയോ എടുക്കണം കേട്ടോ. കാരണം അത് അവർക്ക് അറിയണമല്ലോ എന്തെങ്കിലും ഡാമേജ് എന്താ പറയുക പൊളിക്കുമ്പോൾ തന്നെ ഉള്ളതാണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് അവർ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് ഷോളും പാൻറ്റും ഇടണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. ഈ ടോപ്പ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടെ ഒന്ന് കംഫർട്ടബിൾ ആകുന്നത് ഷോളും പാൻറ്റും ഒക്കെ ഒരു പാർട്ടിക്കൊക്കെ ഇടുമ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സസ്സാണ് ഞാൻ മെയിൻലി എടുക്കുന്നത്. അതിനു വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഒരു ഷോളും പാൻറ്റും മേടിച്ചെന്നുള്ള ഒരു ചെറിയ പൈസേൻ്റെ ഷോളും പാൻറ്റും കേട്ടോ. ഇതാണ് ആംഗിൾ ലെങ്ത്തിൻ്റെതാണ് മേടിച്ചിട്ടുണ്ടായത്. പിന്നെ ഒരു ഷോള് സാധാ റേറ്റിൻ്റെ ഒരു ഷോള്. പിന്നെ അതിന് ചെറിയതായിട്ട് ഇപ്പോഴത്തെ ഷോളിനൊക്കെ ഇങ്ങനത്തെ ഒരു വർക്ക് വരുന്നുണ്ടാണോ. അപ്പം ഞാനിത് ചെറിയതായിട്ടൊരു ക്യൂട്ട് വർക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്റ്റോർ, അതായത് ദ ഷീൻ ഡിസൈൻസ് ആണ് ഈ ഒരു സ്റ്റോർ. നല്ല അടിപൊളിയാണ് ഗായ്സ്. തീർച്ചയായും നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഓർഡർ ചെയ്തോളൂ. ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റിയ ഒരു പേജാണ് കേട്ടോ. അത് ഞാൻ എടുത്ത് പറയുന്നത് വേറെ ഒന്നും കണ്ടല്ല. ഒരുപാട് ആൾക്കാരുടെ അവരുടെ അനുഭവം, എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയാലും നമ്മുടെ മോങ്കോഡ്സ് അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ മോശം റിവ്യൂ ചിലവർ വളരെ നല്ലത് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അധികവും ഞാൻ കേട്ട് കഴിഞ്ഞിട്ടുള്ളത് മോശം ഇതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് അവരുടെ മോങ്കോഡ്സിൻ്റെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇതുവരൊന്നും. അപ്പോൾ ഇത് ഒന്നും പറയാനില്ല. നല്ല സൂപ്പറാണ്. അവരുടെ ഒരു ഡീലിങ്സ് ആണ് കേട്ടോ. കസ്റ്റമറിനോട് അത്രയും വാല്യൂ ചെയ്തിട്ടാണ് അവർ സംസാരിക്കുന്നത്. നല്ല അത്രയും റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഇത് അധികം അടുത്തൊന്നും കിട്ടില്ല. ഇപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഡ്രസ്സിൻ്റെ ഇത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഷൗട്ട് ചെയ്ത് സംസാരിക്കും. അല്ലെങ്കിൽ ഫോണിന് നമ്മൾ മെസ്സേജ് കൊടുത്താൽ അതിന് റിപ്ലൈ തരത്തില്ല, സീൻ ചെയ്ത് വിടും. അങ്ങനെയുള്ള ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇൻസ്റ്റയിൽ തന്നെ മറ്റുള്ള ഇൻസ്റ്റ സ്റ്റോറിൽ നിന്നൊക്കെ ഞാൻ അധികവും മേടിക്കുന്നതാണ്. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെയൊന്നും പറയാനില്ല. നല്ല സൂപ്പറാണ്. ആ ചേച്ചി സൂപ്പറാണ് കേട്ടോ. എന്താ പറയുക, ചേച്ചീൻ്റെ പേര് ഷാമിലിൻ അങ്ങനെയാണ് പേര് കേട്ടോ. നല്ല അടിപൊളിയാണ്. എക്സ്പീരിയൻസ് ആയാലും ഡ്രസ്സിൻ്റെ റിവ്യൂ ആയാലും നല്ല സൂപ്പറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കളറായാലും അവരുടെ സ്റ്റിച്ചിങ് ആയാലും. പിന്നെ ചിലവർ ചോദിക്കുന്നുണ്ട് ഈ റേറ്റ് പറയുമ്പോൾ ചിലവർ പറയുന്നുണ്ട് ഇത് ഭയങ്കര റേറ്റ് അല്ലേ. അതായത് ഞാൻ ഷോപ്പിൽ ഇതിന് ഷോള് വാങ്ങിക്കാൻ വേണ്ടി ഇതേ സാധനം തന്നെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേച്ചിമാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്താ ഇത്ര റേറ്റ് എടുത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇത്ര റേറ്റ് കൊടുത്തതിൽ ഒരു ഇതുമില്ല. കാരണം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയത് തന്നെ അത്രയും നല്ല അടിപൊളിയിലാണ് കേട്ടോ. മെയിനായിട്ട് എനിക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിനാണ് എടുത്ത് പറയാനുള്ളത്. അത്രയും നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇവിടെ ലോക്ക് ചെയ്തിട്ടൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് കാണാൻ വേണ്ടി തന്നെ. എന്തുകൊണ്ടും നല്ല അടിപൊളിയാണ് ഗൈസ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. സൂപ്പർ.
അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.